ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ EVSലെ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന സെക്കൻഡ് യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഫ്രീഡം ഫൈറ്റേഴ്സ്, അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾ. മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് പഠിക്കുന്നത്. Children, do you know the leader who inspired freedom fighters all over India? കുട്ടികളെ, നിങ്ങൾക്കറിയുമോ ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരക്കാർക്ക് പ്രചോദനമായിരുന്ന നേതാവ് ആരായിരുന്നു? സർ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ക്വിക്ക്ലി ദേ റിപ്ലൈഡ്. സാർ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേക്കും കുട്ടികളെല്ലാവരും പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ആരാണ്? ഗാന്ധിജി. നൗ റീഡ് ദ ഇൻഫർമേഷൻ ദേ കളക്റ്റഡ് അബൌട്ട് ഗാന്ധിജി ഫ്രം ദ ബുക്സ് ഇൻ ദി ലൈബ്രറി. ഓക്കെ, ഇനി ഗാന്ധിജിയെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധിജി വാസ് ബോൺ ഓൺ പോർബന്ദർ, ഗുജറാത്ത്. ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്താണ്. ഹിസ് റിയൽ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ഹി ലെഫ്റ്റ് ഹിസ് ജോബ്സ് ആസ് എ ലോയർ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് റിട്ടേൺ ടു ഇന്ത്യ ടു ജോയിൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അദ്ദേഹം വക്കീലായിരുന്നു, ലോയർ ആയിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ആ ഒരു ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കുചേരാനായി എത്തി. ത്രൂ ഹിസ് സിംപ്ലി വേ ഓഫ് ലിവിംഗ്, ഹൈ തിങ്കിങ് ആൻഡ് വാം ഇൻട്രാക്ഷൻ, ഹി റോസ് ടു ബിക്കം ദ ലീഡർ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതം കൊണ്ടും ഉയർന്ന ചിന്താരീതി കൊണ്ടും അതുപോലെ മറ്റുള്ളവരോടുള്ള ഹൃദ്യമായ സ്നേഹത്തോടു കൂടിയുള്ള ഇടപെടൽ കൊണ്ടും അദ്ദേഹത്തെ ഇന്ത്യയുടെ നേതാവായി കണക്കാക്കുന്നു. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് വെർ ആൾവേസ് എവിഡന്റ് ഇൻ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം എന്താണ്? ശരിയും അതുപോലെ നോൺ വയലൻസും ഉണ്ടായിരുന്നു, അഹിംസയും ഉണ്ടായിരുന്നു. ചിൽഡ്രൻ അഫെക്ഷനേറ്റ്ലി കാൾ ഹിം ബാബുജി. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ബാബുജി എന്നാണ് വിളിച്ചിരുന്നത്. ഹി ലെഡ് ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ്സ് ലൈക്ക് ദ ചമ്പാരൻ മൂവ്മെന്റ് 1917, ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920, ദ സോൾട്ട് സത്യഗ്രഹ 1913, ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 എക്സെട്ര. അദ്ദേഹം നയിച്ച ചില സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളാണ് ചമ്പാരൻ മൂവ്മെന്റ്, 1917 നടന്ന ചമ്പാരൻ മൂവ്മെന്റ്, അതുപോലെ 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, 1930 സോൾട്ട് സത്യഗ്രഹ, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നിവ. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഗാന്ധിജിയെ കുറിച്ച് തന്നിരിക്കുന്നത്. ഓക്കെ, കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഗാന്ധിജി ഫ്രം യുവർ സ്കൂൾ ലൈബ്രറി ആൻഡ് പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ്. പ്രിപ്പയർ എ ഗാന്ധി മാഗസിൻ ആസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് ഗാന്ധി മാഗസിൻ എന്ന പേരിൽ ഒരു ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് താഴെ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. ബർത്ത് പ്ലേസ്, പാരൻസ്, ഓട്ടോബയോഗ്രഫി, ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾസ്, ഗാന്ധി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, ബർത്ത്, ഇത്രയും ഇൻഫോർമേഷൻസ് ഉപയോഗപ്പെടുത്തി വേണം നോട്ട് തയ്യാറാക്കാൻ. അപ്പോൾ ഗാന്ധിജിയെ കുറിച്ചുള്ള ചെറിയൊരു നോട്ട് നമുക്ക് നോക്കാം. മഹാത്മാഗാന്ധി വാസ് എ ഗ്രേറ്റ് ലീഡർ ആൻഡ് ഫ്രീഡം ഫൈറ്റർ ഇൻ ഇന്ത്യ. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഫ്രീഡം ഫൈറ്ററും അതായത് സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ ഒരു ഗ്രേറ്റ് ലീഡറുമായിരുന്നു. ഹി വാസ് ബോൺ ഓൺ 2 ഒക്ടോബർ 1869 ഇൻ പോർബന്ദർ, ഗുജറാത്ത്. അദ്ദേഹം ഗുജറാത്തിലെ പോർബന്ദറിൽ 1869 ഒക്ടോബർ 2 ജനിച്ചത്. ഹി ഈസ് ദി ഫാദർ ഓഫ് ദി നേഷൻ, അതായത് രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നു അല്ലെ, അദ്ദേഹം രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നു. ഹിസ് ഫുൾ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ഹിസ് ഫാദേഴ്സ് നെയിം വാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് കരംചന്ദ് ഗാന്ധി. ഹിസ് മദേഴ്സ് നെയിം വാസ് പുത്ലി ബൈ. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് പുത്ലി ബൈ എന്നാണ്. ഹി ഹെൽപ്ഡ് ഇന്ത്യ ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരുടെ നിയമത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഹി ആൾവേസ് വെയർ സിമ്പിൾ ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് ഖാദി. അദ്ദേഹം എപ്പോഴും എന്താണ്? ഖാദി കൊണ്ടുള്ള വളരെ ലളിതമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ഹി ബിലീവ്ഡ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. അദ്ദേഹം എപ്പോഴും സത്യത്തിലും അഹിംസയിലുമാണ് വിശ്വസിച്ചിരുന്നത്. ഗാന്ധി റോട്ട് ഹിസ് ലൈഫ് സ്റ്റോറി ഇൻ എ ബുക്ക് കാൾഡ് ദി സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. എൻ്റെ സത്യാന്വേഷണ കഥകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു ലൈഫ് സ്റ്റോറി എഴുതിയിട്ടുണ്ട്.
ഹി ലെഡ് ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ് ലൈക്ക് സോൾട്ട് സത്യാഗ്രഹ ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എക്സെട്ര. അദ്ദേഹം നയിച്ച സ്വാതന്ത്ര്യ സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് സോൾട്ട് സത്യാഗ്രഹ, അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നിവ. ഡ്യൂ ടു ഹിസ് എഫേർട്സ് ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ ഇൻ 1947. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയത്നം കാരണം 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി നമുക്ക് മറ്റൊരു ഫ്രീഡം ഫൈറ്ററെ കുറിച്ച് പഠിക്കാം. ആരാണെന്ന് നോക്കൂ. ആ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടോ ആരാണെന്ന്? അതെ, ജവഹർലാൽ നെഹ്റു. ക്യാൻ യു ഗസ് ദ പേഴ്സൺ ഫ്രം ദ ക്ലൂസ് ഗിവൺ ബിലോ? വിനയൻ സാർ കണ്ടിന്യൂഡ്. വിനയൻ സാർ ചോദിച്ചു, താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാൻ കഴിയുമോ? ഇനി എന്തൊക്കെയാണ് ആ ക്ലൂസ് എന്ന് നോക്കൂ. ഹി വർക്ക്ഡ് വിത്ത് ഗാന്ധിജി അറ്റ് ദ ഫോർഫ്രണ്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്ലൂ നോക്കൂ. ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഹി വാസ് ദ വൺ ഹു ഡിക്ലെയർഡ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. അടുത്ത ക്ലൂവിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. ചിൽഡ്രൻ ഫോണ്ട്ലി കാൾഡ് ഹിം ചാച്ചാജി. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ചാച്ചാജി എന്ന് വിളിക്കും. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ആരാണ് മക്കളേത്? അതെ, ജവഹർലാൽ നെഹ്റു. എവരി വൺ ആൻസർ ടുഗദർ ജവഹർലാൽ നെഹ്റു. അത് കേട്ടപ്പോഴേക്കും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ജവഹർലാൽ നെഹ്റു. ഓക്കെ. ഫൈൻഡ് ദി ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ജവഹർലാൽ നെഹ്റു യൂസിംഗ് ദ ബുക്സ് ഇൻ ദ ക്ലാസ് ലൈബ്രറി. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇനി നമുക്ക് തരും. ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ക്ലാസ് ലൈബ്രറിയിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when is Nehru's birthday? In what name do we celebrate this day? എന്നാണ് നെഹ്റുവിന്റെ ജന്മദിനം? ഈ ഒരു ദിനം ഏത് പേരിലാണ് നാം ആഘോഷിക്കുന്നത്? എന്നാണ് ചാച്ചാജിയുടെ ജന്മദിനം? നവംബർ 14, നവംബർ 14 അതുപോലെ ആ ഒരു ദിനം നമ്മൾ എന്ത് പേരിലാണ് ആഘോഷിക്കാറ്? ചിൽഡ്രൻസ് ഡേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് നെഹ്റൂസ് ഓട്ടോബയോഗ്രഫി? നെഹ്റുവിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്? നെഹ്റുവിന്റെ ആത്മഹത്യയുടെ പേര് ആൻ ഓട്ടോബയോഗ്രഫി. ഓക്കെ. പ്രിപ്പയർ എ സ്പീച്ച് അബൌട്ട് ജവഹർലാൽ നെഹ്റു, കളക്ടിങ് മോർ ഇൻഫർമേഷൻ ആൻഡ് പ്രസന്റ് ഇറ്റ് ടു ദി ക്ലാസ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ജവഹർലാൽ നെഹ്റു. ഹി വാസ് ബോൺ ഓൺ നവംബർ 14, 1889. അദ്ദേഹം 1889 നവംബർ 14 ജനിച്ചത്. ഹി വർക്ക്ഡ് ക്ലോസ്ലി വിത്ത് മഹാത്മാഗാന്ധി ഇൻ ദ ഫൈറ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഗാന്ധിജിയോടൊപ്പം അദ്ദേഹവും നിന്നിട്ടുണ്ട്. നെഹ്റു പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നെഹ്റുവിനും പ്രധാന പങ്കുണ്ടായിരുന്നു. ഹി ലവ്ഡ് ചിൽഡ്രൻ വെരി മച്ച്. അദ്ദേഹത്തിന് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. ഹിസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻസ് ഡേ. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കുട്ടികളുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ചിൽഡ്രൻ ലവിംഗ്ലി കാൾഡ് ഹിം ചാച്ചാജി. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നത് ചാച്ചാജി എന്നാണ്. Sir also introduced other leaders who played an important role in the freedom struggle to the children. അങ്ങനെ മാഷ് കുട്ടികൾക്ക് മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളെ കൂടി പരിചയപ്പെടുത്തി. അവരുടെ ചിത്രങ്ങളും പേരും താഴെ നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കൂ. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാല കൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാൽ ഗംഗാധർ തിലക്, ഭഗത് സിംഗ്, അരുണ ആസഫ് അലി ഖാൻ, അബ്ദുൾ ഖാഫർ ഖാൻ. Now you are familiar with some of the leaders who participated in the freedom struggle of India. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ചില നേതാക്കന്മാരെ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയമായല്ലോ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ലീഡേഴ്സ് റിലേറ്റഡ് ടു ദ ഫാക്ട്സ് ഗിവൺ ബിലോ. താഴെ ഒരു ബോക്സിൽ ചില ഫാക്ട്സ് വസ്തുതകൾ തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കി ഏത് ലീഡറുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ് അത് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് പറയണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഫാക്റ്റ് എന്താണെന്ന് നോക്കാം. The first woman to become the president of the Indian National Congress, known as the Nightingale of India. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതയും അതുപോലെ ഇന്ത്യയുടെ വാനമ്പാടി എന്നും അറിയപ്പെടുന്നുണ്ട്. ആരാണ്? സരോജിനി നായിഡു. ഓക്കെ.
ഇനി അടുത്ത ഫാക്ട് നോക്കൂ. He took up arms and fought bravely against the British. He was hanged at the age of 23. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് ധീരതയോടെ പോരാടുകയും 23-ാം വയസ്സിൽ അദ്ദേഹം തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. ആരാണ് ഇദ്ദേഹം? അതെ, ഭഗത് സിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഫാക്ട് നോക്കൂ. She is known as Queen of the Quit India Movement. She is the grand old lady of the Indian independence movement. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ രാജ്ഞി എന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നും വിളിക്കപ്പെടുന്നു. ആരാണ്? അരുണ ആസിഫ് അലി. ഇനി അടുത്തത് നോക്കാം. He played a major role in the formation of the Indian Union by uniting the princely states, known as the Iron Man of India. ഇന്ത്യയിലെ വിവിധ ചെറിയ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ്. അതുപോലെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. He formed the Indian National Army and fought against the British, known as നേതാജി. ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ നേതാജി എന്നും അറിയപ്പെടുന്നു. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, നെക്സ്റ്റ് ഫാക്ട് നോക്കൂ. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്, നോൺ ആസ് ലോക്മാന്യ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതും ലോക്മാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാൽ ഗംഗാധർ തിലക്. ഓക്കെ, നെക്സ്റ്റ് ഫാക്ട് നോക്കൂ. ദ ഗുരു ഹു ഗൈഡഡ് ഗാന്ധിജി ഇൻ ടു പൊളിറ്റിക്സ്, ഫൗണ്ടർ ഓഫ് ആൻ ഓർഗാനിസം കാൾഡ് സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു, അതുപോലെ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചതും ഇദ്ദേഹമാണ്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നോക്കൂ. ഫോളോഡ് ഗാന്ധിജീസ് ഐഡിയൽസ്, നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി. ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടരുകയും അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ആരാണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. അപ്പോൾ ഇത്രയും ഫാക്റ്റുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ് ആരൊക്കെയാണെന്നും എന്തായാലും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, കളക്ട് പിക്ചേഴ്സ് ഓഫ് ദെയർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് പ്രിപ്പയർ എ വാൾ പേപ്പർ. അതായത് മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് കളക്ട് ചെയ്ത ഒരു ചുമർ പത്രിക, വാൾ പേപ്പർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. If there are people in your locality who can share information related to the freedom struggle, interview them and gather information. അതായത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ നിങ്ങളുടെ നാട്ടിൽ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി ഒരു അഭിമുഖം നടത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആൾസോ ഫൈൻഡ് ഔട്ട് ഇഫ് there are places related to the freedom struggle in your area. അതായത് നിങ്ങളുടെ സ്ഥലത്തും എന്തെങ്കിലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാട്ട് ഇന്ത്യ ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ചിൽഡ്രൻ പ്രിപ്പയർഡ് ആൻ ഇൻഡിപെൻഡൻസ് ഡേ മാഗസിൻ ഇൻകോർപ്പറേറ്റിംഗ് ദ ഇൻഫോർമേഷൻ ഗാദറിംഗ് ഫ്രം വിനയൻ സാർ. വിനയൻ സാറിൽ നിന്നും കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് ഉപയോഗപ്പെടുത്തി കുട്ടികൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ മാഗസിൻ പ്രിപ്പയർ ചെയ്തു. റീഡ് ദ ഇൻഫോർമേഷൻ ഇൻ ദ മാഗസിൻ റിലീസ്ഡ് ബൈ മേഘ ടീച്ചർ. മേഘ ടീച്ചറാണ് ആ ഒരു മാഗസിൻ പ്രകാശനം ചെയ്തത്. ഇനി ആ ഒരു മാഗസിനിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇൻഫോർമേഷൻസിന്റെ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഭാഗം നോക്കൂ. മെനി പ്രൊട്ടസ്റ്റ് വെർ ഓർഗനൈസ്ഡ് ആൾ ഓവർ ഇന്ത്യ ഫോർ ഫ്രീഡം. The words of leaders like Gandhiji inspired the protesters and energized the movement. വിവിധ പ്രദേശങ്ങളിലായി ഇന്ത്യയിലെമ്പാടും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നിരുന്നു. ഈ പോരാട്ടങ്ങൾ നടത്തിയിരുന്ന ആളുകൾക്ക് പ്രചോദനമായിരുന്നത് ഗാന്ധിജിയെ പോലുള്ളവരുടെ വാക്കുകളാണ്. Some of the protesters turned violent. Many people took up arms to fight against the British. Many of them lost their lives. ഇങ്ങനെയുള്ള ഈ സമരങ്ങളിൽ ചില സമരങ്ങൾ കലാപങ്ങളായി മാറി, അതായത് യുദ്ധങ്ങളായി മാറി. നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടുകയും ചെയ്തു. ഇതിൽ ചില ആളുകൾക്കെല്ലാം അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടക്കുന്നത്. The leaders who led the protesters were imprisoned several times. Thousands of people were arrested along with them. Strict laws were
imposed on Indians. സമരം ചെയ്തിരുന്ന നേതാക്കളെയെല്ലാം ബ്രിട്ടീഷുകാർ തടങ്കിലടച്ചു. അതുപോലെ തന്നെ ഇവരോടൊപ്പം ആയിരക്കണക്കിന് ഇന്ത്യൻ ആളുകളെയും ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യക്കാരുടെ മേൽ കഠിനമായ നിയമങ്ങളും അടിച്ചേൽപ്പിക്കപ്പെട്ടു. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം ഗാന്ധിജിയും അതുപോലെ മറ്റുള്ള സമര നേതാക്കളും തുറങ്കിലടയ്ക്കപ്പെട്ടത്. Finally, as a result of continuous protest and discussions, the British were forced to hand over the rule of India to the Indians. അങ്ങനെ അവസാനം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു സമരം കൊണ്ടും അതുപോലെ ചർച്ചകൾ കൊണ്ടും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്ക് അവരുടെ നിയമം കൈമാറേണ്ടി വന്നു. അതായത് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകാൻ നിർബന്ധിതരായി. On August 15, 1947, India was declared independent from the British rule. Jawaharlal Nehru was sworn as the first Prime Minister of independent India. അങ്ങനെ അവസാനം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കുട്ടികൾ മാഗസിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെഹ്റുവിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു വരിയാണിത്. എന്താണെന്ന് നോക്കാം. While the world is asleep at midnight, India is awakening to freedom and life. Nehru said this with enthusiasm. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആവേശത്തോടുകൂടി പറഞ്ഞു, ഈ അർദ്ധരാത്രി ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. Did you read the facts related to Indians' independence? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വായിച്ചല്ലോ. Use the school library to collect more information. കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Respond to the statements given below by marking the appropriate symbol in the box. താഴെ തന്നിരിക്കുന്ന ബോക്സിലെ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കി ശരിയാണോ തെറ്റാണോ എന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നോക്കൂ. The freedom we enjoy today as achieved by the sacrifice of many lives. അതായത് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയെടുത്തതാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. We must honorably remember the freedom fighters who gained independence for us. അതായത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നേതാക്കളെ എന്നും നമ്മൾ ആദരവോടുകൂടി ഓർക്കേണ്ടതുണ്ട്. ശരിയാണല്ലേ? നമ്മൾ എന്നും അവരെ ആദരവോടുകൂടി റിമെമ്പർ ചെയ്യണം. നെക്സ്റ്റ് നോക്കാം. The freedom that we have gained must be protected and shared. അതായത് നമുക്ക് ലഭിച്ച ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ എപ്പോഴും സംരക്ഷിക്കുകയും അതുപോലെ പങ്കുവയ്ക്കുകയും ചെയ്യണം. ശരിയാണ്, അതും കറക്റ്റാണ്. ഓക്കെ, ആസ് ഇന്ത്യൻസ് വി മസ്റ്റ് ബി പ്രൗഡ് ആൻഡ് പാട്രിയോട്ടിക്. ഇന്ത്യക്കാരെന്ന നിലയിൽ നാം അഭിമാനിക്കുകയും രാജ്യസ്നേഹം പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതും ശരിയാണ്. വി മസ്റ്റ് സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഗ്രാൻഡ്ലി എവറി ഇയർ. നമ്മൾ എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനം നന്നായി ഗ്രാൻഡായിട്ട് ആഘോഷിക്കണം. അതും ശരിയാണല്ലേ? നമ്മൾ സ്കൂളുകളിലൊക്കെ ഗ്രാൻഡായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്